സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം ഒക്കെ ഇനി വന്നടുത്തു അല്ലേ. ഇനി വളരെ ചുരുങ്ങിയ സമയമാണ്. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള സമയം മതി നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താനായിട്ട്. CCയെ സംബന്ധിച്ചിടത്തോളം CC ഒരുപാട് എക്സാമുകൾക്ക് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് കുട്ടികളെ എത്തിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മളുടെ CCയിൽ നിന്ന് ബാങ്ക് ജോലിയിലേക്ക് കയറിയ ആളുകളാണ് ഈ പുറകിൽ കാണുന്നവരെല്ലാവരും തന്നെ. അവർ കൃത്യമായിട്ട് പഠിച്ചു. CCയിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ നല്ല റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരാളായിട്ട് നിങ്ങൾക്കും മാറാനായിട്ട് പറ്റും. നമ്മളുടെ ഈ വരുന്ന ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാമിന് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 days ബാച്ച് ആണ്. 20 hours ഉണ്ട്. മാക്സിമം ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും സെറ്റ് എന്തെല്ലാമാണോ എക്സാമിന് ആവശ്യമായിട്ടുള്ള അതെല്ലാം നൽകിക്കൊണ്ടുള്ള ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഉടനെ തന്നെ നാളെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം, ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് തന്നെ എത്താനായിട്ട് വരണം. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഒരു കൃത്യമായിട്ട് ഒരു ഏരിയ പഠിച്ചിരുന്നു. മാനേജീരിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിനകത്ത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനും ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേണിനെ കുറിച്ച് ഒന്ന് പഠിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ദ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അപ്ലൈഡ് ടു. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എവിടെയാണ് മക്കളെ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതല്ലേ. എവിടെയായിരുന്നു അപ്ലൈ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഷോർട്ട് റണ്ണിലല്ലേ, ലോങ് റണ്ണിലാണോ? ലോങ് റണ്ണിൽ ഏതായിരുന്നു? റിട്ടേൺ ടു സ്കെയിൽ ആയിരുന്നു അല്ലേ. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദ ലോ സ്റ്റഡീഡ് ദ പ്രൊഡക്ഷൻ ഇൻ ഷോർട്ട് റൺ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ സ്റ്റഡി നടക്കുന്ന ഏതിലാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്. വേർ ദ സം ഫാക്ടേഴ്സ് ആർ ഫിക്സഡ്. എല്ലാ ഫാക്ടറുകളും ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് ഒരു ഫാക്ടർ വേരി ചെയ്തുകൊണ്ട് എന്നാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നോക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ചാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. when the marginal product become negative. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നത് ഏത് സ്റ്റേജിലായിരുന്നു? നമുക്കറിയാം മാർജിനൽ പ്രൊഡക്റ്റ് എന്നാണ് നമുക്ക് നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് അതിന്റെ മാക്സിമത്തിൽ എത്തുമായിരുന്നോ, അതോ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആയിരുന്നോ, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസസ് ആയിരുന്നോ, അതോ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയിരുന്നോ? വളരെ സിമ്പിൾ അല്ലേ. TP, AP, MB 3 സ്റ്റേജസ് പഠിച്ചില്ലേ? അതിനകത്ത് MB നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? MB നെഗറ്റീവ് ആകുന്ന പോയിന്റിൽ എന്തായിരുന്നു? MB നെഗറ്റീവ് ആകുന്ന, അതായത് നെഗറ്റീവ് മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ മീൻസ് ദ അഡീഷണൽ യൂണിറ്റ്സ് റെഡ്യൂസ്ഡ് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെ. ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് സംഭവിക്കും? ഡിക്ലൈൻ ആണ്. ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്ലൈൻ ആയി തുടങ്ങുകയാണ് ചെയ്യുന്ന. മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? നെഗറ്റീവിലേക്ക് എത്തുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആവുകയാണ്. ആ സ്റ്റേജ് കൃത്യമായി പഠിച്ചവർക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നോക്കിയേ, റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിട്ടേൺ ടു സ്കെയിൽ വളരെ ഈസിയാണ്. റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വൺസ് ഇൻപുട്ട് ആണ്. ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ് പ്രപ്പോർഷനേറ്റ്ലി അല്ലെ. എല്ലാ ഇൻപുട്ടുകളും ചേഞ്ച് ചെയ്യുകയാണ് ഏതിൽ ചെയ്തിരുന്നത്? റിട്ടേൺ ടു സ്കെയിൽ ചെയ്തിരുന്നത്. ഒരു ഇൻപുട്ട് മാത്രം ചേഞ്ച് ചെയ്യുന്ന ഏതിലായിരുന്നു? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആയിരുന്നു അല്ലെ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. റിട്ടേൺ ടു സ്കെയിൽ സ്റ്റഡി ഔട്ട്പുട്ട് വെൻ ഓൾ ഇൻപുട്ട് ചേഞ്ച് ടുഗദർ. അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നോക്കിയ മക്കളെ, മാർജിനൽ പ്രൊഡക്റ്റ് ഇവൻച്വലി ഡിക്ലൈൻ when more units of variable factors used. വേരിയബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കിന് മാർജിനൽ പ്രൊഡക്റ്റ് ഇവൻച്വലി എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. ശരിയാണ് അല്ലെ. ആ റീസൺ നോക്കിയേ, ഫിക്സഡ് ഫാക്ടേഴ്സ് ബിക്കം ഇൻസഫിഷ്യന്റ് റിലേറ്റീവ്ലി ദ വേരിയബിൾ ഫാക്ടർ അല്ലെ. ആ വേരിയബിൾ ഫാക്ടറിന് ആ റിസോഴ്സുകളെ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെ, അതിനെ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഫിക്സഡ് ഫാക്ടർ ആണുള്ളത്. അതുകൊണ്ടല്ലേ അത് നെഗറ്റീവിലേക്ക് പോകുന്നത്. ശരിയാണ് അല്ലെ. അസേർഷനും റീസണും ശരിയാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷൻ, അതായത് ആസ് ദ വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസസ്. വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഫിക്സഡ് ഇൻപുട്ട് ലൈക്ക് ലാൻഡ്, മെഷീനറി ഒക്കെ എന്ത് ചെയ്യാണ്? ലിമിറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ അത് എന്ത് സംഭവിക്കും? ഡിക്ലൈൻ ചെയ്യും. മാർജിനൽ പ്രൊഡക്റ്റിനെ ഡിക്ലൈൻ ചെയ്യും. നമ്മൾ പഠിച്ചതാണതല്ലേ. അപ്പൊ നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ. ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ് അവൈലബിൾ ആണ്. ക്ലാസ് എത്രയാണ്? 10 days ക്ലാസ് ആണ്. ഇനി വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ. ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല, ചുമ്മാ പോയി എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോട് കൂടി മാക്സിമം ഫോക്കസ് ചെയ്ത് മാക്സിമം MCQs വർക്കൗട്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഏരിയകൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നല്ലൊരു റാങ്കിലേക്ക് എത്തത്തുള്ളൂ. നമ്മളുടെ മുന്നിൽ 2 പോസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ഈ 2 പോസ്റ്റ് എന്ന് പറയുമ്പോൾ വേക്കൻസി ഒരുപാട് വരും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. അതിന് കൃത്യമായിട്ടുള്ള പഠനം വേണം. പഠനമില്ലാതെ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് വേണമോ അതെല്ലാം നൽകിക്കൊണ്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് എന്താണ്
ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു ബാച്ച് തന്നെയാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് CC ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ വളരെ ലിമിറ്റഡ് നമ്പേഴ്സേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ കൂടെ പഠിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫാർമർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ് ലേബർ ഓൺ എ ഫിക്സഡ് പീസ് ഓഫ് ലാൻഡ്. ഒരു ഫിക്സഡ് ലാൻഡ് സ്പേസ് വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യാണ്, വീണ്ടും ലേബേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യലി ഔട്ട്പുട്ട് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് ഇൻക്രീസിങ് സ്ലോലി ആയി ആൻഡ് ഫൈനലി അത് എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് സ്റ്റേജ്? നമ്മൾ ആ പഠിച്ച ആ സ്റ്റേജ് തന്നെ കറക്റ്റ് ആയിട്ട് ഓർത്താൽ പോരെ. ഇൻക്രീസിങ് റിട്ടേൺ, ഡിമിനിഷിംഗ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ അല്ലേ? ഇൻക്രീസിംഗ് റിട്ടേൺ, ഡിമിനിഷിംഗ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ, അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? ആദ്യം ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്, ദെൻ ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ് ആൻഡ് ദെൻ എന്താണ് നെഗറ്റീവ് റിട്ടേൺ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ യൂട്ടിലൈസേഷൻ ആൻഡ് ഇൻക്രീസ് റിട്ടേൺ. മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിമിനിഷിംഗ് റിട്ടേൺ ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് ആ നെഗറ്റീവ് റിട്ടേണിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The managerial economics is gained popularly after the publication of the books of managerial economics. Managerial economics എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഈ മാനേജീരിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് വളരെയധികം പോപ്പുലറൈസ് ആയത്. അപ്പൊ ഇതിനെ പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ബുക്ക് ഇറക്കിയത് 1951 ഈ ഒരു ബുക്ക് ഇറക്കിയതാണ്. എല്ലാവരും ആൽഫ്രഡ് മാഷലിൽ ചെന്ന് പലപ്പോഴും ക്ലിക്ക് ചെയ്യാറുണ്ട്. ആൽഫ്രഡ് മാഷൽ അല്ല, ആരാണ്? ആദം സ്മിത്തും അല്ല, ആരാണ്? ജോയൽ ആണ് കേട്ടോ. ജോയൽ ആണ് ആൻസർ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓർത്ത് വെച്ചാൽ മാനേജീരിയൽ എക്കണോമിക്സ് ബിക്കം വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആഫ്റ്റർ ദ ജോയലിന്റെ ആ ഒരു ബുക്കിന് ശേഷമാണ്. ഏതാണ് ബുക്ക്? ബുക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് 1951 USA അദ്ദേഹം ഇറക്കിയ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിന് ശേഷമാണ് ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സ് വളരെയധികം പോപ്പുലറൈസ്ഡ് ആയത്. നമ്മൾ വളരെ കുറച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. വന്ന ക്വസ്റ്റ്യനുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചോണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചോണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഒരു ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ CCയുടെ ആപ്പാണ്. ഈ ഒരു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, ക്വിസസുകളുണ്ട്, അതുപോലെ കറണ്ട് അഫേഴ്സുകളുണ്ട്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PDF-കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പഠനത്തെ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പൊട്ടൻ തന്നെ ഇനി സമയം കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ശ്രമമാണ് നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ബാച്ചിൽ, നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലും ജോയിൻ ആകുക. അപ്പോൾ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അത് അറിയിക്കാനായിട്ടും ശ്രമിക്കുക. CC എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ടോട് കൂടി ഈ ഒരു ജോലി നേടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.